നമസ്കാരം, ഞാൻ മജീദാണ്. ഇന്ന് ഈ വീട്ടിലാണ് പണി. അപ്പോൾ എന്നെ പറ്റിച്ച ഒരു മൂലിയാരെ ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. അയാളൊരു പള്ളിക്ക് കാളിയായി നിൽക്കുന്ന ആളാണ്. അത് എന്നെ പറ്റിച്ചത് ആ കമ്മിറ്റിയിലത്തെ രണ്ട് കമ്മിറ്റി ആ പള്ളിക്കത്തെ കമ്മിറ്റിയിലത്തെ രണ്ട് കമ്മിറ്റിക്കാരോട് ഞാൻ പറഞ്ഞിക്കണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് അത് പടച്ചോന് അയാൾക്ക് അതിനുള്ള ശിക്ഷ കൊടുത്തോളുന്ന പറഞ്ഞിക്കണത്. അപ്പോൾ ഞാൻ ആ പള്ളിക്ക് നിൽക്കുന്ന മൂലിയാരെ പേര തേക്കാൻ വേണ്ടി ഞാൻ കരാറ് പറഞ്ഞു. അത് ആ മൂലിയാരെ പേരൊന്നും പറയില്ല. കാരണം എന്താ പറയുക, ഇനിയിപ്പോൾ ഇഞ്ഞെ പറ്റിച്ചാലും ഇനിയിപ്പോൾ അയാളെ പേര് പറഞ്ഞാൽ എന്താ പറയുക, ഇഞ്ച വീഡിയോസ് ചിലപ്പോൾ 10 ആൾ കാണും, ചിലപ്പോൾ 100 ആൾ കാണും, ചിലപ്പോൾ 200 ആൾ കാണും, ചിലപ്പോൾ 1000 ആൾക്കാർ കാണും, അങ്ങനെയൊക്കെ കാണും. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇഞ്ഞെ പറ്റിച്ചിക്കണെങ്കിലും അയാളേലും നാട്ടുകാരുടെ ഇടയിൽ അയാളേലും നല്ലതിൽ നാട്ടുകാരെ ഇതിൽ എന്നുവെച്ചാൽ നമ്മുടെ മുഖം ക്ലിയർ ആകാൻ വേണ്ടി നമ്മൾ പൗഡർ ഇടുമല്ലോ, പൗഡർ ഇല്ലേ. പൗഡർ ഇടുന്ന എന്തിനാണ്? നമ്മളെ മുഖം ആൾക്കാർ കാണാൻ വേണ്ടി. എന്നുവെച്ചാൽ ഉള്ളെങ്ങനെയെന്ന് ആൾക്കാർക്ക് അറിയില്ല, പൗഡർ ഇട്ടാൽ നല്ല ചൊറുക്കാക്കാരൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ മൂലിയാരെ പേര് ഞാൻ പറയില്ല. അയാളെ വീട് ഞാൻ പോയി നോക്കിയിട്ട് ഞാൻ അതിന് 95 ഉറുപ്പ്യ പറഞ്ഞു. 95. അതിൽ ആദ്യം മൂപ്പര് പറഞ്ഞത് എന്നോട് സിമെൻറ്റും തേക്കാലെ പീസാൻറ്റും ഇറക്കിയാണ്ട് എന്നുവെച്ചാൽ മണലും ഇറക്കിയാണ്ട് നീ നിങ്ങളൊരു റേറ്റ് പറയുന്നു എന്നോട് പറഞ്ഞു. അതിൽ ആ കമ്മിറ്റിയിൽ പെട്ട ഒരാൾ പറഞ്ഞു, മജീദെ ഇജ് പോയിങ്ങാണ്ട് മൊത്തക്കരാറ് തേപ്പ് എടുക്കണ്ട, അതെനിക്ക് പെടും, ഇജ് കൂലിക്കരാറ് എടുത്തളാറും. അല്ലെങ്കിൽ ആ മൂപ്പരോട് പറഞ്ഞു ഞാൻ കൂലിക്കരാറ് എടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ അതിന് 95 ഉറുപ്പ്യ ഞാൻ പറഞ്ഞു, 95,000. അങ്ങനെ മൂപ്പര് എന്നോട് കവുങ്ങൊക്കെ മുറിച്ചാൻ പറഞ്ഞു. തേക്കണമെങ്കിൽ കവുങ്ങ് വേണം വേണ്ടേ. എന്ന് വെച്ചാൽ അത് അടിക്ക് ഫില്ലറുമ്മേ ആ വീടിൻ്റെ പകുതി ഭാഗം ഫില്ലറുമ്മേ നാട്ടിങ്ങാണ്ടാണ് അത് വീടിൻ്റെ പണി ആ വീടിൻ്റെ പടി എടുത്തിക്കണത്. അപ്പോൾ അടിയിൽ ഫില്ലറും ബീമൊക്കെ ഉണ്ടാക്കുക തേക്കണം. അപ്പോൾ അതടക്കാണ് 95 ഉറുപ്പ്യ പറഞ്ഞത്. അങ്ങനെ ഞാൻ പോയിങ്ങാണ്ട് കവുങ്ങൊക്കെ സെറ്റാക്കി 6 കവുങ്ങ് മുറിച്ചു. 6 കവുങ്ങ് മുറിച്ചതിന് അന്ന് കവുങ്ങിന് 150 ഉറുപ്പ്യാണ്. അപ്പോൾ 150 ഉറുപ്പ്യ ആകുമ്പോൾ 100 വെച്ച് കൂട്ടുമ്പോൾ 600, പിന്നെ 50 കൂട്ടും 600, 700, 800, 900 ഉറുപ്പ്യ. പിന്നെ ഞാനാണ് മുറിക്കണത്. ഇഞ്ചപ്പം കയറി പിടിച്ചാലും അതേമാതിരി കവുങ്ങ് ഏറ്റിടാനും ഒരു ഹെൽപ്പറയോട് ഞാൻ വിളിച്ചിരുന്നു. അയാൾക്ക് 750 ഉറുപ്പ്യ പിന്നെ ചിലവും. അപ്പോൾ എത്രയായി? 900, 1000, 1000, 1100, 1200, 1300, 1400, 1500, 1650 ഉറുപ്പ്യ. ഇഞ്ച കൂലി ഞാൻ പണിയെടുത്തല്ലേ, ഇഞ്ച കൂലി ഞാൻ പറയണില്ല, ഇഞ്ച കൂലി പോട്ടെ. എന്നിട്ട് ഈ 1600 ഉറുപ്പ്യ 650 ഉറുപ്പ്യ ഞാൻ മുടക്കിയിട്ട് ആ കവുങ്ങ് മുറിച്ച് കഴിഞ്ഞിട്ട് ഇത് തേക്കാനില്ലേ ആ സെറ്റപ്പൊക്കെ വന്നപ്പോൾ ആ മൂലിയാർ എന്താ കാട്ടിയെന്ന് അറിയോ? എനിക്ക് തന്ന പണി അയാൾ 90,000 ഉറുപ്പ്യക്ക് അയാൾ വേറെ ആൾക്കാണ് കൊടുത്തേക്കുക. എന്നുവെച്ചാൽ ഞാൻ 95 പറഞ്ഞു, ഈ 5000 ഉറുപ്പ്യ ഒരാൾ കമ്മിയാക്കി പറഞ്ഞിട്ട് അയാൾ ആ വ്യക്തിക്ക് അയാൾ വീടിൻ്റെ തേപ്പ് കൊടുത്തേക്കുക. അങ്ങനെ വെച്ചാൽ മൂപ്പര് എന്നോട് പറയണം, മജീദെ ഞാൻ 95 പറഞ്ഞത് അതിൽ കമ്മിയാക്കി ആരെങ്കിലും പറയുകയെന്ന് വെച്ചാൽ ഞാൻ ഓർക്ക് കൊടുക്കുന്നു ആ മൂല്യർ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിക്കാണ്ട് കവുങ്ങ് മുറിച്ചില്ല. ഒരു കവുങ്ങ് തോട്ടത്തിൽ പോയിക്കാണ്ട് കവുങ്ങ് മുറിച്ച് അറിയുമ്പോൾ ആ കവുങ്ങ് തോട്ടത്തിൽ കൂടി വെച്ചാൽ മനുഷ്യന്മാരിടുന്ന അപ്പിണ്ടാവും, കന്നാള അപ്പിണ്ടാവും. ഇതൊക്കെ ചവിട്ടിങ്ങാണ്ടൊക്കെ മെതിച്ചിങ്ങാണ്ടൊക്കെ തോളിൽ കയറ്റിങ്ങാണ്ടാണ് വെച്ചാൽ റോട്ടും പക്കത്ത് ഈ കവുങ്ങ് കൊടുന്നിടുക. അത്രയും റിസ്ക് എടുത്തിട്ട് അയാൾ 500 ഉറുപ്പ്യ ഒരാൾ 5000 ഉറുപ്പ്യ ഒരാൾ കമ്മിയാക്കി പറഞ്ഞിട്ട് 90,000 ഉറുപ്പ്യക്ക് അയാൾ വേറെ ആൾക്ക് കൊടുക്കും. ഇതൊന്നും ആ മൂലിയർക്ക് ഞാൻ ഒരിക്കലും പൊരുത്തപ്പെട്ട് കൊടുക്കൂല. കാരണം ആ മൂലിയാർ പള്ളിക്ക് നിന്നാണ്ട് ആ മാലത്തെ ആൾക്കാരെ വയത് പറഞ്ഞാണ്ട് നല്ലതേക്ക് കൊണ്ടെടുക്കുന്ന ഒരു മൂലിയാരാണ്. ഇതാ പള്ളിക്കത്തെ കമ്മിറ്റിയിലത്തെ 2 ആൾക്ക് അറിയാം. ഇതിൻ്റെ വീഡിയോസ് ആ കമ്മിറ്റിയിലത്തെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഓൽക്കറിയാം ഞാൻ അന്ന് ആ കമ്മിറ്റിക്കാരോട് പറഞ്ഞത്. ഓക്കെ.